ആയിട്ടുള്ള ഗുഡ് മോർണിംഗ്. ഇന്നിതാ വീണ്ടും ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഈ ബുക്ക് റേഷണലൈസ് ബുക്ക് 2025 ബുക്കാണ്. പേജ് വളരെ കുറവാണ്. മറ്റേ ബുക്കിന്റെ 70%, 220 പേജുള്ളൂ. മറ്റേ 350 പേജ് ഉണ്ട്. 130ഓളം പേജ് കുറവാണ് ഈ ബുക്ക് വാങ്ങൽ. ഇതിലെ എക്സസൈസ് 8.1 കോഡിലേറ്ററിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇന്നലെ. 8.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പൊ ഡയഗണൽസ് പ്രോപ്പർട്ടി ശ്രദ്ധിക്കുക. കോലാറ്ററൽ ഫാമിലി എല്ലാം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതൊന്ന് റെഫർ ചെയ്യുക. ഇന്നത്തെ ആ ഫാമിലി ട്രപ്പീസിയം, പാരലോഗ്രാം, സ്ക്വയർ, റോംബസ്, റെക്ടാങ്കിൾ എല്ലാം ആ ഡയഗണൽ പ്രോപ്പർട്ടി ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. സ്ക്വയറിന്റെ റെക്ടാങ്കിൾ ഡയഗണൽസ് ഈക്വൽ ആണ്. സ്ക്വയർ ഡയഗണൽസ് ഈക്വൽ ആൻഡ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. പാരലോഗ്രാം ആണോ? പാരലോഗ്രാം ആണെങ്കിൽ ഡയഗണൽസ് ആർ ബൈസെക്ടേഴ്സ്. ആ പ്രോപ്പർട്ടി ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ 8.2 ഓൺലി 7 ക്വസ്റ്റ്യൻ ഉള്ളത്. 8.1 സോറി 7 ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ നല്ലതാ. ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തിയാണ്. ഷോർട്ട് കട്ട് മെത്തേഡ് നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എൻ്റെ അടുത്തിൽ ഞാൻ ഉപയോഗിക്കും. ഒരുപാട് കാര്യങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ട്. എനിവേ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. കാരണം ഈ മാത്സ് ലാബ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം സംശയങ്ങൾ. അതിലെ ഫോൺ നമ്പർ എൻ്റെ അതിലുണ്ടാവും. ഫീൽ ഫ്രീ ആൻഡ് ഇൻ ദാറ്റ്. Okay, anyway, question number 7. Let me share the screen. You can see here 8.2 here. Look, it is here. Good. Now look here. See the question. This yesterday we saw this one. ഇന്നലെ എല്ലാം കാണിച്ച അതിന്റെ diagonal property. ഇവിടെ 5 what is diagonal properties ആണ്. പിന്നെ ജനറൽ ആയിട്ടുള്ള 6 പ്രോപ്പർട്ടീസ് ഉണ്ട്. അതെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല. ഇന്നലെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞിരുന്നു. അതെടുക്കാത്തതുകൊണ്ട് ഇന്നും വേണമെങ്കിൽ എടുക്കാം. പ്ലീസ്. Listen. Second question. Show that the diagonals of the squares are equal and bisect each other at right angles. Diagonals of the square. A square is given, diagonal is given, AC and BD diagonal bisect each other at right angle. Let me perpendicular bisect that we have to show. എല്ലാതിലുണ്ട്. എല്ലാ സൊല്യൂഷൻ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ വരയ്ക്കുക. ഇങ്ങനത്തെ ഫിഗർ ഒക്കെ റഫായിട്ട് വരയ്ക്കണം. ട്രയാങ്കിൾ കിട്ടും. നമുക്ക് ട്രയാങ്കിൾ ഉണ്ടാക്കുക. 1, 2, 3, 4 ട്രയാങ്കിൾസ് ഉണ്ട്. ആ ട്രയാങ്കിൾസ് അറ്റ്ലീസ്റ്റ് എങ്കിലും കോൺഗ്രന്റ് പ്രൂവ് ചെയ്യുക. CPCT ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അതായിരുന്നു. ഷോ ദ ഡയഗണൽസ് ഓഫ് സ്ക്വയർ ആർ ഈക്വൽ ആൻഡ് ബൈസെക്ട് ഈച്ച് അതർ a right angle. First we have to prove that diagonals are equal and bisect each other. Second one. For diagonals, which are the diagonals AC and BD? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? Diagonal squares are equal and bisect. Equal and prove ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ആ ട്രയാങ്കിൾ എടുക്കും. AC ABC എടുത്തോളൂ. ABC. പിന്നെ BD വേണം. ഓക്കെ, വി ക്യാൻ ടേക്ക് ട്രയാങ്കിൾ. ABC എടുത്തു. പിന്നെ BAD എടുക്കാലോ. BAD എടുത്താൽ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന യെസ് പ്രൂവ് ചെയ്യാം. കോമൺ ഇതാ BA കോമൺ. പിന്നെന്താ? യെസ്, ഇറ്റ്സ് എ സ്ക്വയർ. AD ഈസ് ഈക്വൽ ടു BD. യെസ്. പിന്നെ സ്ക്വയർ അല്ലേ? ആംഗിൾ 90 ഡിഗ്രി. റൈറ്റ് ആംഗിൾസ്. സ്ക്വയറിന്റെ ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ 2 triangles are congruent. So CPCT AC is equal to BD. അത് കിട്ടി. പിന്നെ എന്താ? AO OD OC. അപ്പൊ 2 ട്രയാങ്കിൾ എടുക്കാം. We can do AOB, big triangle AOB and BOC. OB common. AB is equal to BC. Then we can see
one more property is the one more property we need. നോക്ക് ഏതെങ്കിലും തന്നുണ്ടോ? Okay, alternative angles are equal because it's a transversal. Again, CP. So A is equal to OC. രണ്ടാമത്തെ കാര്യം ചെയ്തു നമ്മൾ. AO is equal to OC. ഞാൻ ഇങ്ങനെ പറയുന്നത് ഇതിലെ മെത്തേഡ് കുറച്ച് ലെങ്തിയാണ്, കുറെ കാര്യങ്ങൾ. First step is over, second step is over, now third step, AO is equal to OC we prove. Now angle AOB, perpendicular bisectors, angle AOB is equal to angle BOC is 90 degree. Okay. അത് എളുപ്പമായി ചെയ്യാം, കാരണം angle AOB that is equal to angle BOC because CPCT. We know it is a linear pair. AOB plus BOC is equal to 180 degrees, so AOB is equal to half of 180 degrees. This 90 means this 90. So perpendicular bisect. ഞാനിവിടെ ഷോർട്ടായി പറഞ്ഞ കാര്യങ്ങളാണ്, വളരെ ഷോർട്ടായി 3 സ്റ്റെപ്പിൽ പറഞ്ഞ കാര്യങ്ങളാണ്. കുറച്ച് ലെങ്തി ആയിട്ട് എഴുതിയതാണ്, ഡൗൺ 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 എഴുതിയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ABCD square and diagonal ACBD intersect at O. AC is equal to, show that. ഇത് നമുക്ക് തെളിയിക്കേണ്ടത് A is equal to OC and 90 degree. ABC and BAD. ABC ഞാൻ പറഞ്ഞ മാതിരി തന്നെ ABC identify the triangle and BAD. ആ ട്രയാങ്കിൾ എടുത്തു, അത് കോമൺ SAS congruency. AC is equal to BD, diagonals are equal. ഇനി AOB COD അതാ ശ്രദ്ധിക്കണം. ഇനി AOB COB അതാണ് എടുക്കുന്നത്. സെക്കൻഡ് കേസ് AOB ഒക്കെ COD, നോ പ്രോബ്ലം. AOD and COD. AOB and COD. Okay. Vertically opposite angles are equal. Then equal. AOB and COD. Okay. അതും congruent. SAS congruency ആദ്യത്തെ കഴിഞ്ഞു. AC is equal to BD. AC is equal to BD. Okay. Now second triangle. AOB and COD. AOB and COD. AOB and COD. Vertically opposite angles. AB is equal to CD. Then alternate angles are equal. Then alternate angles are equal. Yes, SAS congruency again. 90 degree common. ABCBAD. Okay. 90 degree. SAS congruency. Next to one, alternate angles are equal. That SAS congruency again. AS congruency. Fine. Two angles and one side. AS congruency. So A is equal to C. Diagonal bisect each other. രണ്ട് ഈക്വലായി കട്ട് ചെയ്യുന്നുണ്ട്. ഇനി അത് പ്രൂവ് ചെയ്യണം. വാട്ട് വി ക്യാൻ സേ 180 ഡിഗ്രി. ഈ ട്രയാങ്കിൾ ഏത് എടുത്തു നോക്കും. ആംഗിൾ AOB and COB. AOB and COB. ഈ രണ്ട് ട്രയാങ്കിൾ. ഓക്കെ, ഇത് എടുത്തു കഴിഞ്ഞു. എല്ലാ ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണ്. പിന്നെ ലീനിയർ പെയർ ഫോർമുല. ലീനിയർ പെയർ ഇസ് 90 ഡിഗ്രി. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തു linear pair. So AOB is equal to COB. Diagonals bisect each other. A right angle. Now look here. Let me explain again. ഇത് കുറെ കൂടി ഷോർട്ടായി ചെയ്യാൻ നോക്കാം. സെയിം തിങ് തന്നെയാണ്. പരത്തി അതായത് താഴെ എഴുതിയിട്ടാണ് നിങ്ങൾക്ക് അത്ര ലെങ്തി ആയി തോന്നുന്നത്. അത്ര ലെങ്തി അല്ല അത്. 3 സ്റ്റെപ്പ്. ഓക്കെ, what I am explaining. ഇവിടെ ഷെയ്ഡ് ഉണ്ടോ? ഈ ട്രയാങ്കിൾ ഫസ്റ്റ്. ഈ ട്രയാങ്കിൾ ബിഗ് ട്രയാങ്കിൾ കണ്ടില്ല. ഇതാ ട്രയാങ്കിൾ. Triangle with what is this triangle? Look at the triangle. Triangle ABCD ആണ് ഇത്. ട്രയാങ്കിൾ ABC.
ഇനി അടുത്ത ട്രയാങ്കിൾ ഏത് എടുക്കുന്നു? ട്രയാങ്കിൾ എ ബി സി. ഇനി ഏത് ട്രയാങ്കിളും എടുക്കാം, ഡൗണും എന്തെങ്കിലും എടുക്കാം. ഞാൻ ഇങ്ങനെ എടുത്തു. നെക്സ്റ്റ് കളർ ഇത് ഓക്കെ. നെക്സ്റ്റ് ട്രയാങ്കിൾ ഞാൻ എടുക്കുന്നത് ഇതാണ്. ഈ ചെറിയ ട്രയാങ്കിൾ ആണ്. ദിസ് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ, ഈ രണ്ട് ട്രയാങ്കിൾ, ടു ട്രയാങ്കിൾസ്. ഫസ്റ്റ് ട്രയാങ്കിൾ, സെക്കൻഡ്. അപ്പൊ ഇവിടെ ഒരു ഓവർലാപ്പിംഗ് വരുന്നില്ല. ടു ട്രയാങ്കിൾസ് ആ കോൺഗ്രുവൻസ്. ആ കോൺഗ്രുവൻസിന് എന്താണ് നമ്മൾ പറയുന്നത്? കാരണം എന്താണ്? വാട്ട് വി ക്യാൻ സേ this side is a square. ഈ സൈഡ് ഈക്വൽ ആണ്. ഈക്വൽ ആണ്. സ്ക്വയറിന്റെ എല്ലാ സൈഡും ഈക്വൽ ആണ്. പിന്നെ ആംഗിളില് 90 ഡിഗ്രി, ആംഗിൾ A 90 ഡിഗ്രി, ആംഗിൾ B 90 ഡിഗ്രി. യെസ്, ആംഗിൾ A 90 ഡിഗ്രി, ആംഗിൾ B 90 ഡിഗ്രി. പിന്നെ ഏതാ? വി ക്യാൻ സേ ഓക്കെ. ഇത് നോക്കൂ സൈഡ്. So what we can say? Side is equal, sides are equal. So angles are equal. അപ്പൊ രണ്ട് ട്രയാങ്കിളിലും let me check. ഈ two triangles ABC and BAD. ABC and BAD തന്നെയാണ്. AC is equal to BD. അത് പ്രൂവ് ചെയ്യാണ്. ABC and AB is equal to BA 90 degree. BC is equal to AD. Given. ഈ BC is equal to AD given. പിന്നെന്താണ്? CPCT. BC is equal to AD 90 degree. AB is equal to BA. കോമൺ. രണ്ടിലും ഇത് കോമൺ ആണ് വരുന്നത്. ഇവിടെ എന്താ ശ്രദ്ധിക്കുക? ഇവിടെ കണ്ടില്ല? ഇവിടെ ഇത് രണ്ട് ഈക്വൽ. ഇത് ഇവിടെ കോമൺ ആണ് വരുന്നത്. AB is equal to ആംഗിൾ 90 ഡിഗ്രി. അത് കൺഫ്യൂഷനിലേക്ക് തോന്നുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഓവർ. നൗ ഇറ്റ് ഈസ് എൻ ഇയർ. ഇനി അടുത്ത ട്രയാങ്കിൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് ഞാൻ കഴിഞ്ഞു. ലെറ്റ് മീ എറേസ് ദിസ്. ഇനി അടുത്ത ട്രയാങ്കിൾ, ചെറിയ ട്രയാങ്കിൾ എടുക്കുക. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? വാട്ട് വി പ്രൂവ് നൗ? ഡയഗണൽസ് ആർ ഈക്വൽ ടു AC is equal to BD ന്ന് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് ബൈസെക്ട് ഈച്ച് അതർ. അപ്പൊ ഈ ട്രയാങ്കിൾ എടുത്തു AO. ആ ട്രയാങ്കിൾ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ചെയ്തു. ഇതല്ലേ? സോറി, അങ്ങോട്ട് പോകേണ്ട ആവശ്യം. ഈ ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിൾ. ഇനി DOCന്റെ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ വെർട്ടിക്കൽ. രണ്ട് ട്രയാങ്കിൾ ഐഡന്റിഫൈ. ആദ്യം രണ്ട് ട്രയാങ്കിൾ ഐഡന്റിഫൈ ചെയ്യും. ഇനി ഈ ട്രയാങ്കിൾ ആണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ള ട്രയാങ്കിൾ. ഷെയ്ഡഡ് ട്രയാങ്കിൾ. മറ്റേ ലൈൻ വരച്ച ട്രയാങ്കിൾ ODC. ഇതാണ് AO. വി ക്യാൻ സേ AB is equal to CD. അല്ല, ഞാൻ ഇവിടെ എഴുതുന്നു. താഴെ എഴുതിയുണ്ട്. AB is equal to CD. സ്ക്വയർ ആണ്.
Then angle this angle and this angle, vertically opposite angle AOB. Angle AOB, that is equal to angle, tell me angle DOC. A reason is the reason we have to vertically opposite angles are equal. One more thing we need. In a triangle എന്താണ് ഒരു കാര്യം കൂടി കിട്ടും നമുക്ക്. യെസ്, ഈ ട്രയാങ്കിളില് കണ്ടില്ലേ, ആംഗിൾ ഈക്വൽ ടു ദിസ് ആംഗിൾ. What we can say already in the triangle, AB and DC are parallel and AB is the transverse. So we can say angle ABO, that is equal to angle CDO or ODC, CDO. CO അല്ല, CDO. CO നമ്മൾ എഴുതിയത് ABO. This angle is equal to this angle, alternative interior angles. Okay, CDO, sorry, the D ആണ് കേട്ടോ, CDO, alternate interior angles are. So true triangle angle, triangle 2, triangle 1, triangle 2 are equal, congruent. So what we can say, DO is equal to OB, DO is equal to OB, CPCT, corresponding parts of congruent triangle, CPCT. Now similarly we can say that OI is equal to OB is equal to, similarly we can say in this triangle 1, 2, 3, 1 and 3, two triangles are congruent. What we can say, AO is equal to OC. Similarly, AO is equal to OC. ആ ട്രയാങ്കിൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പം 1 and 3, 1 and 2 എടുത്തു. ആദ്യം വലിയ ആംഗിൾ, വലിയ ട്രയാങ്കിൾ 1 ആംഗിൾ, ബിഗ് ട്രയാങ്കിൾ ആൻഡ് ബിഗ് ട്രയാങ്കിൾ. ഓക്കെ, 1, 2, 3, 4 ഇതൊക്കെ കോൺഗ്രുവന്റ്. 1 + 4 is equal to 3 + 2, കോൺഗ്രുവന്റ്. അപ്പോൾ വാട്ട് വി പ്രൂവ്, നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ബൈസെക്റ്റിംഗ് ആണ്. OB is equal to OD. പിന്നെന്താണ്, ഈ 90 ഡിഗ്രി പ്രൂവ് ചെയ്യണം. ഡയഗണൽസ് ആർ ഈക്വൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ഡയഗണൽസ് ആർ ഈക്വൽ, AB is equal to CD is the first condition. Second, the diagonal bisect each other. ഇനി 90 ഡിഗ്രി ഇതല്ല, ഈ this angle is 90 degree and this angle is 90 degree. Okay, so take 1 and 4 triangle from 1 and 4, from 1 and 4, 1 and 4, triangle 1 and 4. What you can say, triangle 1 is equal to triangle 1 congruent to triangle 4. Triangle 1 is equal to triangle 4. So we can say CPCT, angle AOB, E angle, then this angle is equal to this angle. Angle AOB, that is equal to angle BOC. AOB is equal to BOC, but we know that is angle, but AOB plus BOC, that is equal to 180 degree linear pair. Linear pair എഴുതണം, റീസൺ എഴുതണം. അത് മാർക്കുണ്ട്. ചില സ്കൂളിൽ പറഞ്ഞ റീസൺ എഴുതണ്ടാണ്, വേണ്ട, തെറ്റാണ്. റീസൺ എഴുതണം. നിങ്ങൾ 10th റീസൺ എഴുതണം. റീസൺ ഇല്ലാതെ എങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുക? ദർ മസ്റ്റ് ബി റീസൺ. നല്ലൊരു കുട്ടി പറഞ്ഞു, ഞങ്ങളെ സാറ് പറഞ്ഞിട്ടുണ്ട് റീസൺ എഴുതണ്ട. അത് തെറ്റാണ്. റോങ് ഇംപ്രഷൻ, റോങ് എക്സ്പ്രഷൻ, റോങ് മെത്തേഡ് നിങ്ങൾ പഠിപ്പിക്കരുത് കുട്ടികളെ. സംശയം ഉണ്ടെങ്കിൽ നാളെ പറഞ്ഞെടുക്കാൻ പറയും. എത്ര റെഫർ ചെയ്യാൻ പറ്റും? AI നിങ്ങൾ റെഫർ ചെയ്യുക. ക്ലാസ്
ഒരു 9-10 അല്ല, +2 ഡിഗ്രി ലെവലല്ല. ഓക്കെ, എ ഒ ബി പ്ലസ് ബി ഒ സി സികൾ 180 ഡിഗ്രി. ആരെങ്കിലും സാറന്മാരോ മാഡം അങ്ങനെ പറയുകയാണെങ്കിൽ നമ്പർ എഴുതി തന്നാൽ മതി. ഐ വിൽ കോണ്ടാക്ട്. സോ നൗ സി 180 ഡിഗ്രി. AOB is equal to BOC. So 2AOB, that means 2AOB, that is equal to 180 degree. So AOB is equal to 90 degree. 180 by 2. So 90 degree. So it is 90 degree. We got 90 degree, 90 degree. 90 degree, vertical opposite 90 degree, vertical opposite 90 degree. So we prove now. Many things. എല്ലാം ഇവിടെ ഞാൻ ഒരു പേജിൽ എഴുതിയിരിക്കുകയാണ് ഈ പറഞ്ഞ എല്ലാ കാര്യം. Okay. That means diagonals bisect each other at 90 degree. Perpendicular bisect is. ആ തിയറി നമ്മൾ പ്രൂവ് ചെയ്താൽ. Okay. I think it is clear. Let me write this. ഇനി നോക്കി നിങ്ങൾ. Look. അതെല്ലാം കുറെ നീണ്ട് ഡൗൺ ഓരോ ചെറിയ പാരഗ്രാഫ് സെന്റൻസും കട്ട് ചെയ്തിട്ട് അങ്ങനെ എഴുതും. പക്ഷെ നമുക്കൊരു പേജിൽ ഉൾക്കൊള്ളിക്കാം. സോ 180 ഡിഗ്രി ലീനിയർ കണ്ട എല്ലാം കണ്ടില്ല, കോൺഗ്രുവൻസി എല്ലാം എഴുതണം. ഇതാണ് മെത്തേഡ്. ഡയഗണൽ ബൈസെക്ട് ടീച്ചർ റൈറ്റ്. ഇതാണ് മെത്തേഡ്. CBSE സൈറ്റാണ്. CBSE സൈറ്റിൽ നിന്ന് എടുത്ത ആൻസേഴ്സ് ആണ്. ഈ മെത്തേഡ് ചെയ്താൽ 5 മാർക്കാണെങ്കിൽ 1 മാർക്ക്, അങ്ങനെ ഹാഫ് മാർക്ക് ഇങ്ങനെ വരും. ഏതെങ്കിലും ടീച്ചേഴ്സ് നിങ്ങളോട് സ്റ്റെപ്പ് എഴുതേണ്ട പറഞ്ഞാൽ പ്ലീസ് കോൾ. നിങ്ങളെ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ട് വരും, പക്ഷെ CBSE മാർക്ക് തരില്ല. റീസൺ മസ്റ്റ് ബി ദ. ഓക്കെ ദെൻ. അത് ഇന്നലെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ പറഞ്ഞു, ഓൺലൈനിൽ സാറ് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ മാഡം പറഞ്ഞത് എഴുതണ്ട, സ്റ്റെപ്പ് എഴുതണ്ട. സ്റ്റെപ്പ് എഴുതണോ? That's like that. You must be very clear. Different method you can use, but the reason and step must be there. Reason must be there. That's the reason. Why, what, when. അങ്ങനെ ചോദിച്ചോളൂ. അതാണ് CBSE ആയി കഴിഞ്ഞാലും ഏത് സിസ്റ്റം ആയി കഴിഞ്ഞാലും അത് എൻകറേജ് ചെയ്യുന്നത്. ക്രിറ്റിക്കൽ തിങ്കിങ്. കോപ്പി അടിക്കുന്ന മാതിരി എല്ലാ കാര്യങ്ങളും ബയ്യാട്ടന ചെയ്യുന്ന മാതിരി എല്ലാ കാര്യങ്ങൾ ചെയ്യും. തേർഡ് ക്വസ്റ്റ്യൻ. Diagonals of AC. Diagonals of parallelogram bisect angle A. Show that it bisects. ഇവിടെ ഫിഗർ ഇതാ. ഇതിന്റെ ഫിഗർ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഫിഗർ കൊടുത്തില്ല. ദിസ് ടെക്സ്റ്റ് ബുക്ക് ഈസ് ഗിവൺ 8.11 ആണ് കേട്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. 8.19 ഓൾ ടെക്സ്റ്റ് ബുക്ക് ആണ്. 8.19. Anyway, I'm giving this one. ABC. നോക്കൂ. Two triangles are there. Two triangles are congruent. Common side. Diagonals of a parallelogram of DC is equal to AB. I mean, okay, common. Two triangles are congruent. CPCT. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ട? 2 ട്രയാങ്കിൾ എടുക്കണം. ABC is a rhombus. ACD is equal to BCA. ACD is equal to BCA. അത് പ്രൂവ് ചെയ്തോണ്ട്. ACD is equal to BCA എന്ന് പറഞ്ഞാൽ ബൈസെക്ട് ആംഗിൾ C. ബൈസെക്ട് ആംഗിൾ C. കണ്ടാൽ മനസ്സിലാവും, വേറെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണ്ട. AC bisects C also. AD is equal to opposite. AD is equal to BC. Opposites of a parallel. The ABC is a rhombus. ഇനി എന്താ സെക്കൻഡ് ABCD is a rhombus പോയി. Rhombus ആവുമ്പോൾ എന്താ? All sides are adjacent sides are equal. So what we can say? AD is equal to CD. AB is equal to BC is equal to CD. AD is equal to CD. AD is equal to CD. Angles are equal അല്ലേ പറഞ്ഞു. ABCD angle show that bisect C.
CAB is equal to CAD, ACD is equal to BCA, the ACD is equal to BCA. AB is equal to BC is equal to CD is equal to AD is equal to CD. The AD is equal to C. AD is equal to CD. So that is a rhombus. Prove it. ABCD is a rhombus. നോക്കാം അത്ര കൺഫ്യൂഷൻ ഒന്നുമില്ല. The next one. ABCD is a rectangle. Rectangle. If we diagonal AC bisect A as well as C. Show that AB is a square. Square ആവുമ്പോൾ perpendicular ആവണം. Bisect B as well as B. Diagonal BD. Okay. Diagonal AC ആ പറഞ്ഞത്. അപ്പം ഫസ്റ്റിന്റെ സെക്കൻഡ് ലെവലിൽ പോകും. Look here. Figure is not given, but here the figure is given. സെക്കൻഡിലെ ഫിഗർ മാത്രം മാതിരില്ലേ. സോ ദ ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ. അപ്പൊ ഇത് നോക്കിയാൽ മതി, മനസ്സിലാവും. രണ്ട് ഡയഗണൽസ് അതാ ABBD എന്ന ഡയഗണൽ, അത് ബൈസെക്ട് ചെയ്യുന്നു ഈക്വലായിട്ട് ട്രയാങ്കിൾ. സോറി കോങ്കറന്റ് ട്രയാങ്കിൾസ് ആണ് 1 2 3 നമ്മൾ സെക്കൻഡ് ചെയ്തത്. അതുമാതിരി തന്നെയാണ് ഏകദേശം as well as B. Okay, congruency ഉപയോഗിക്കുന്നത്. BD bisect AB, this BD bisect angle B also. ഇനി ഫിഫ്ത് വൺ ഫിഗർ തരുന്നുണ്ട്. നിങ്ങൾ ലക്കിയാണെങ്കിൽ 8.1 ഈ ക്വസ്റ്റ്യൻ 12 ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങൾക്ക് 7 ഓക്കെ. In parallelogram ABCD 2 point P and Q. 2 point P and Q. See the question. In parallelogram figure is given. In parallelogram ABCD 2 points P and Q are taken on diagonal BD. So the DP is equal to BQ. DP is equal to BQ. Done a figure. You can see the figure. And the figure. B. The proof ended. APD is equal to, I'm sorry, triangle APD is equal to triangle CQ. APD. APD is a triangle, I think. APD is a triangle. APD. APD is a triangle. APD. A triangle APD. CQB. CQB is a CQB. This is CQB. Prove ചെയ്യാം. Alternate angles, parallelogram, as a APD, SS congruency prove ചെയ്തു. ഇനി CPCT എടുത്തു. ഇത് ശ്രദ്ധിക്കല്ലാരും, അല്ലെങ്കിൽ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. കൺഫ്യൂഷൻ. പിന്നെ അതില് ഏതാണ് വേണ്ടത്? ട്രയാങ്കിൾ AQB CPD. APC കണ്ട് CQ പ്രൂവ് ചെയ്ത്, കാരണം കോൺഗ്രന്റ് ട്രയാങ്കിൾ CPC. AQB and CPD അത് വരണം. AQB and CPD. AQB എവിടെ? ഈ ഭാഗത്ത് വരുന്നത്. ഈ ഭാഗത്ത് വരുന്ന ഈ ട്രയാങ്കിൾ CPD ഇതാ ഇവിടെ കാണും. ഏകദേശം സെയിം പൊസിഷനിലാണ് വരുന്ന ട്രയാങ്കിൾ CPD. AQB and CPD. AQQ അപ്പൊ അങ്ങനെയാണെങ്കിൽ AQ equal to CP. CPCT. Now last is the parallelogram. AB is equal to CD. AQB CPD. AQ is equal to CP.
ഇനി parallelogram. From question from 1, 2, 3, it is clear that f is equal opposite side and all equal and opposite angle and the opposite is a parallelogram. പാരലോഗ്രാമിന്റെ എല്ലാ പ്രോപ്പർട്ടിയും വരുന്നുണ്ട്, അതുകൊണ്ട് അത് പാരലോഗ്രാം ആണ്. ഓക്കെ, അത്ര ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് ഇത്. ഇതേ തന്നെ മെത്തേഡ് ലെങ്തി പ്രൊസീജിയർ ആണ്, പക്ഷെ ഷോർട്ട് ആക്കി നിങ്ങൾ ചെയ്യും. ഇനി സിക്സ്ത് ABCD is a parallelogram. അതും ഫിഗർ തന്നിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്ക് ഫിഗർ തന്നിട്ടുണ്ട്, ഇതെല്ലാം ഫിഗർ തന്നതാണ്. ABCD is a parallelogram. AP and CQ are perpendicular from vertices A and C, vertices A and C. On diagonal is BD, diagonal BD ലാണ്. ഇത് കൊല്ലാറ്ററിന്റെ ഫോർമുല ഇങ്ങനെ ഉണ്ടാക്കിയത് H1 into H2 എന്നൊക്കെ പറഞ്ഞ് ഹാഫ് ഇൻറ്റു ഹാഫ് D H1 plus H2. അതിൽ എഴുത്തിലുണ്ട്. എനിവേ ഇവിടെ നമുക്ക് എന്താ പ്രൂവ്? ABCD is a parallelogram. Show that a triangle APB congruent to CQD. അത് ട്രയാങ്കിൾ ഐഡന്റിഫൈ ചെയ്തല്ലേ, ഫസ്റ്റ് ട്രയാങ്കിൾ ഐഡന്റിഫൈ ചെയ്യാം. ട്രയാങ്കിൾ ഫസ്റ്റ് പറഞ്ഞ ട്രയാങ്കിൾ ഇതാണ്. ഇവിടെ CQD APB ഇങ്ങോട്ടില്ല കേട്ടോ, ഈ ഭാഗമില്ല, അല്ലാത്ത ട്രയാങ്കിൾ CQD. ഓക്കെ, CQD. Then AP is equal to CQ. Triangles congruence ആണ്, AP is equal to CQ. Okay. APB CQ, what is that? AS congruency. അത് കഴിഞ്ഞ ഈസിയാണ്, അത് ഹാർഡ് ഒന്നും ഈസിയാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ക്വസ്റ്റ്യൻ അതിന്റെ സൊല്യൂഷൻ 8.21 അല്ല 8.13 ആണ്. ഇത് നിങ്ങളെ ബുക്കിൽ, പുതിയ ബുക്കിൽ. Anyway, last but not the least, ABCD is a trapezium in which AB parallel to CD. Figure തന്നിട്ടുണ്ട്, AB parallel to CD. AD is equal to BC 8.14, 8.14. പക്ഷെ ഇവിടെ 8.23. അതിൽ തന്നെ ഞാൻ ചെയ്ത അങ്ങനെ തന്നെ ഫിഗർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലാണ്. ഷോ ദാറ്റ് ആംഗിൾ A is equal to angle B. Angle A is equal to angle B. Okay. Angle C is equal to angle D. ABCD is trapezium. Isosceles trapezium പറയുന്ന trapezium. ABC congruent to BAD. ആ ഫിഗർ ഒന്ന് നോക്കാം. Extend AB and draw a line through C parallel to DA, intersect AB, produce C. അത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ ഒരു വാട്ട് ഐ കൺസിഡർ ട്രപ്പീസിയം തന്നിരിക്കുന്നത്. ABCD ട്രപ്പീസിയം പാരലോഗ്രാമാണ്, സുഖം. ട്രപ്പീസിയം ഇത് രണ്ട് പാരലൽ, പക്ഷെ ഇവിടെ പാരലായി തോന്നുന്നില്ലല്ലേ. സപ്പോസ് പാരലൽ ഇങ്ങനെയാണ് ട്രപ്പീസിയം, ഒന്നിങ്ങനെ വരുന്നു. ദിസ് ഈസ് ABCD. ഇനി എന്താ പറഞ്ഞത്? എക്സ്റ്റെൻഡ് AB ആൻഡ് ഡ്രോ ലൈൻ. എക്സ്റ്റെൻഡ് AB അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് AB അങ്ങോട്ട് പോട്ടെ. AB എക്സ്റ്റെൻഡ് ചെയ്ത് ഏകദേശം ലൈനായി തോന്നുക. AB എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്, അങ്ങനെ പോവല്ലോ, ലൈനല്ല. Extend AB and draw a line through C parallel to DA. ഇതിന് പാരലൽ ആവും, ഏകദേശം പാരലായിട്ട് ഒരു ലൈനാണ്. ഇങ്ങനെ ഫിഗറിലുണ്ട് പാരലൽ ടു. Produce at E.
ഇതിവിടെ അതിങ്ങനെയല്ല ഫിഗർ, ഇത് ഇങ്ങനെ വരുന്നത് സെറ്റ്, അത് ഈല് വരും. ഇത് പാരലായിട്ട് ഇങ്ങനെ കുറച്ച് ചെരിഞ്ഞൊക്കെ കൂട്ടിക്കോ, പ്രശ്നമാക്കണ്ട. പാരലൽ ടു AD ടെക്സ്റ്റ് ബുക്കില് സുഖയില് പടം കൊടുത്തിട്ട് അതാണ് ഇതങ്ങനെ പോകും. ഇനി നമ്മൾ പ്രൂവ് ചെയ്ത് നോക്കിയാൽ ഫിഗർ ഇതാ ഇവിടെ. ADക്ക് പല സുന്ദരമായ കുറച്ച് സെയിം ഫിഗർ. അപ്പൊ അതിൽ ഇത്തിരി ഉണ്ട് 1+. ഇതൊക്കെ ഒന്ന് നോക്കാം സൊല്യൂഷൻ. പ്ലീസ് ഇതൊന്ന് നോക്കാം. കഴിഞ്ഞ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ പഠിച്ചു. എന്നിട്ട് ഇതൊന്ന് എഴുതിയെടുക്കും. പ്ലീസ് റൈറ്റ് ദിസ് വൺ. മനസ്സിലായോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ചോദിക്കണം. ഏകദേശമൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞിപ്പോ ഇത് ക്ലിയർ ആണ്. നിങ്ങൾ ലക്കിയാണ് പറയാൻ കാരണം ഇത് ഈ ബുക്കിൽ കണ്ടില്ല. ഞാൻ ബുക്ക് കാണിച്ചു തരാം. ലക്കിയ ഈ ബുക്ക് എന്റെ കയ്യിൽ, 2 ബുക്ക് എന്റെ കയ്യിൽ. ഇത് പഴയ ബുക്ക്, അതായത് എന്നോ മാറ്റേണ്ട ബുക്കാണ്. 2006 10-20 വർഷമായി, 18 വർഷമായ ബുക്കാണ്. ഒരുപാട് കാര്യങ്ങൾ മാറ്റാനുള്ള ഇതിലുണ്ട്. അതിന്റെ ഇപ്പോഴത്തെ ബുക്ക് ഇതാണ്, റേഷണലൈസ് ബുക്ക്. ഈ ബുക്ക് വാങ്ങാൻ ഞാൻ പലവട്ടം പറഞ്ഞു. ഈ ബുക്കിൽ നോക്കി 8.1 കാണും. 8.17 ക്വസ്റ്റ്യൻ. ഇനി ഈ ബുക്ക് നോക്കി 8.1 ഒക്കെ എത്ര ക്വസ്റ്റ്യൻ? 12 ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഒക്കെ 12 ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ എത്രയോ ലക്കിയാണ്, ഭാഗ്യവന്മാരാണ്. ഇപ്പോഴെങ്കിലും കുറച്ച് കട്ട് ചെയ്യാം. ഐ എം ഷുവർ ഇനി അടുത്ത പ്രാവശ്യത്തിൽ ഹീറോൺസ് ഫോമുല ഒന്നും ഉണ്ടാവില്ല. ഒന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ട്രയാങ്കിളിന്റെ 3 ഫോമുല പഠിക്കുന്ന അത്രയല്ല. ഇക്വലാറ്റർ ട്രയാങ്കിൾ √3/4 അപ്പൊ മറ്റേ ട്രയാങ്കിൾ ഹാഫ് BH ഫോമുല അപ്ലൈ ചെയ്യും. പിന്നെ ഹീറോൺ ഫോമുല √(S)((A)((B)((S)) ജസ്റ്റ് ആ ഫോമുല മതി. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എന്റെ അഭിപ്രായത്തിൽ അടുത്ത വർഷം കുറെ കൂടി. ഇപ്പൊ എത്ര പേജായി? 100. ഇപ്പൊ പേജ് നോക്കി 220. യെസ്, 219, 220. ഇതെത്ര പേജ് ഉണ്ടായിരുന്നു? ഞാൻ ബോറടിപ്പിക്കുന്നല്ലോ, ഒരേ കാര്യങ്ങൾ. സങ്കടമുണ്ട്. ഈ ബുക്ക് കൊണ്ട് ഇന്നലെയും വന്ന് 350 മൈനസ് 220 130 പേജസ് ഇല്ല. ഇനിയും പോകും പേജസ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ബുക്ക് വാങ്ങുക. ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ തയ്യാറായില്ല സാറേ ഇനി എക്സാമിന് 1 മാസം ഇനിയില്ലേ, വളരെ ക്രൂഷ്യലാണ്. കാരണം ഇതുവരെ എനിക്കറിയാം പല സ്കൂളുകളും ആർട്സ്, സ്പോർട്സ് അതൊക്കെയാണല്ലോ ഇപ്പൊ. ഇത് വേണ്ടാനല്ല, പക്ഷെ ഈ ടീച്ചിങ് ഇതാണ് മെയിൻ. പ്രത്യേകിച്ച് മാത്സ്, സയൻസ് ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ.